നീ പോകാനിരിക്ക. എങ്ങോട്ടാണെന്ന് തീരുമാനിച്ചു? ചേർത്തല, എന്റെ ചേട്ടന്റെ വീട്ടിലേക്ക്. ജീവിക്കാനുള്ള മാർഗം നോക്കണ്ടേ? മാർഗം നീ നോക്കണ്ട, ചെറുപ്പമല്ലേ, നിന്നെ അന്വേഷിച്ച് വന്നോളും മാർഗം. ഇതാ കൃത്യം 500 രൂപയുണ്ട്, 5 മാസത്തെ കണക്കാണ്. പിടി 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 പിടി, സ്ഥലം പിടി. ഷടാ, കരയുന്നു ഭർത്താവിനെ പിരിഞ്ഞു പോകുന്നത് പോലെ. ചെല്ലേ അച്ചോളെ, അവളെ ഇറങ്ങുന്നവളെ, നീ ഇങ്ങോട്ട് ചേർന്നവളെ. വാ ഇങ്ങോട്ട് വാ. ഒരു കാര്യം പറഞ്ഞേക്കാം, നിനക്കിവിടെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും. ഊണിന് ഊണ്, കാപ്പിക്ക് കാപ്പി, ഉടുക്കാൻ കൂടി. പക്ഷേ എന്നെ ചതിക്കാനാണ് ഭാവം എന്നുണ്ടെങ്കിൽ അന്ന് നിന്റെ അവസാനം. വേറൊരു കാര്യം കൂടി, എന്നെങ്കിലും നമ്മൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അന്ന് സ്ഥലം വിടേണ്ടി വരും. എന്താ സമ്മതിച്ചോ? എന്നെ സംബന്ധിച്ചിടത്തോളം പെണ്ണും മോട്ടോർ സൈക്കിളും ഒരുപോലെയാണ്, കൂടെ കൂടെ മാറ്റിക്കൊണ്ടേയിരിക്കും. പക്ഷേ പോകുമ്പോൾ നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്റെ കൂടെ താമസിച്ച ഓരോ ദിവസങ്ങളും എണ്ണി എണ്ണി കണക്കിലെടുത്തോണ്ട് മൊത്തം സംഖ്യ കൈ തരും, ഗ്രാറ്റുവിറ്റി തരുന്നത് പോലെ. എന്താണടി ഒരു നോട്ടം? ഇത്രയും സൗകര്യം ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കുകയാണ്. കള്ളച്ചാരായം വാറ്റി ഉണ്ടാക്കിയ കാശാണ്. നല്ല ഉറപ്പാ, വാറ്റുചാരായം കൊണ്ടുണ്ടാക്കിയ വീട്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഭാര്യയെ പോലെ വിശ്വസ്തയായിരിക്കും. ഭാര്യയാണെന്നും പറഞ്ഞ് ഭരിക്കാൻ വന്നാലുണ്ട് അപ്പ കഴുത്തെ പിടിച്ച് വെളിയിൽ. അക്കാര്യത്തിൽ ഈ പാവളം പിടിക്കുക. എനിക്ക് പോകാൻ ഞാൻ പറഞ്ഞു വെച്ചു. എടി അതേ പ്രസംഗി, നീ ആരും ചോദിക്കാൻ. ചേട്ടന് സ്നേഹമായിട്ട് സംസാരിക്കാൻ അറിഞ്ഞേ കൂടെ? എന്റെ സ്നേഹം സംസാരത്തിലല്ല, പ്രവൃത്തിയിൽ നടക്കുമല്ലോ. സാർ എന്നെ പറ്റി ശരിയായിട്ട് കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. ഇവന്മാരിന് രാഷ്ട്രീയമെന്നും കക്ഷിയെന്നും പറഞ്ഞ് യാതൊരു സമ്മേളനവും നടത്തരുത്. അത് ഞാൻ ഏറ്റു. അപ്പോഴേ കല്ലേറോ സോഡാ കുപ്പിയോ അതോ കൈപാമ്പോ ഏത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ ഓരോന്നിനും റേറ്റ് പ്രത്യേകമാണ്. എന്ത് റേറ്റ് ആയാലും ഞാൻ തരില്ലേ. ആദ്യം കാര്യം നടക്കട്ടെ. ആട്ടെ, കക്ഷിയാരാ? താനത് അറിയണോ വേലു? അത് ശരിയാ. എനിക്ക് ജാതിയോ മതമോ കക്ഷിയോ ഒന്നുമില്ല. പണം ആര് തരുന്നോ അവരാണ് എന്റെ കക്ഷി. സാറ് നോക്കിക്കോ. അവന്മാരുടെ ഒരു മീറ്റിംഗ്. ചേട്ടാ എന്റെ നാട്ടിൽ അവസന്മാരും ആസന്മാരുമായ തൊഴിലാളികളും ഒറ്റക്കെട്ടായി സംഘടിച്ചു കഴിഞ്ഞു. വെടിയുണ്ടകൾക്ക് നേരെ വിരിമാറ് കാട്ടാൻ കണ്ണേടമുള്ള ഒരു പുതിയ തലമുറ ഇവിടെ ഉണർന്നു കഴിഞ്ഞു. തലവരച്ച പോരാട്ടത്തെ അയ്യോ കാശൊന്നും വേണ്ട, പിന്നെ വാങ്ങിച്ചോളാം. കാശ് സ്വീകരിക്കാനും അവരെ ഫാക്ടറിയുടെ ഭരണത്തിൽ പങ്കാളികളാക്കാനും മുതലാളിമാർ മുന്നോട്ട് വന്നേ മതിയാകും. മിനിമം ബോണസ് അനുവദിക്കാൻ മടിക്കുന്ന മുതലാളിമാരുടെ കണ്ണുറപ്പിക്കാൻ നാം സമരം നടത്തുക തന്നെ വേണം. ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം, ഇതായിരിക്കും നമ്മുടെ മുദ്രാവാക്യം. സംഘടിത തൊഴിലാളി വർഗത്തിനെതിരെ നേരെ വിരിമാറ് കാട്ടാൻ കണ്ണേടമുള്ള ഒരു പുതിയ തലമുറ ഇവിടെ ഉണർന്നു കഴിഞ്ഞു. തലവരച്ച മുതലാളിത്തമേ, ഇനി നിനക്ക് രക്ഷയില്ല. തൊഴിലാളികളുടെ അവകാശങ്ങൾ അംഗീകരിക്കാനും അവരെ ഫാക്ടറിയുടെ ഭരണത്തിൽ പങ്കാളികളാക്കാനും അല്ല, ഇത് എത്ര നേരമായി ഈ ഇരുത്തം തുടങ്ങിയിട്ട്? അയ്യേ, ഇവിടെ വരുന്ന പൂവാലന്മാർക്കെല്ലാം ഒരുപോലത്തെ ചിരിയ. എന്താ ഈ നോക്കുന്നത്? എന്നെ ഉരിച്ചു നോക്കണം. അത് വേണ്ട, ഇങ്ങനെ കണ്ടാ മതി. ആഹാ, നോട്ടത്തിലെല്ലാം മതിയാക്കാമെന്നോ?
ഏയ് ചക്കാത്തിനോ? എണീക്കടോ, എണീക്കാൻ. അയ്യോ അല്ല, എന്റെ കയ്യിൽ കാശെല്ലാം ഉണ്ട്. ദേ. ഏയ് എണ്ണുന്നു, ഇങ്ങോട്ടിട്. ആരാ? താൻ ആരാ? എടോ, ഞാൻ പണം അടച്ചിരിക്കുക. ഓരോ പുറത്ത് തൽക്കാലം പറ്റത്തില്ലടോ സാറേ. ഒരു 2 മണിക്കൂർ എനിക്ക് ഇവിടെ ഇരുന്നേ പറ്റൂ. എടാ എടാ, എന്റെ വയറ്റ് തടിക്കാൻ വന്നിരിക്കാണോ? ഇത് കേസ് മറ്റേതാണല്ലേ? താൻ ഇവിടത്തുകാരനല്ല അല്ലേ? വല്ല മോഷണമോ കൊലപാതകമോ നടത്തിയിട്ട് ഇവിടെ വന്നിട്ട് ഒളിക്കാണോ? ഇറങ്ങി പുറത്തു പോകുന്നുണ്ടോ അതോ പോലീസിനെ വെച്ചണോ? പോലീസോ? ഇവിടെയോ? ഇത് കണ്ടോ? ഒരുത്തനെ ഇപ്പം സൂപ്പാക്കിയതേ ഉള്ളൂ. താന് താങ്ങോ? തന്തയ്ക്ക് പോകാത്തവനെ. എടാ, തന്തയ്ക്ക് പറഞ്ഞോണ്ട് പോന്നു, വെറുതെ നിൽക്കുന്നോ? നാണോ ഇല്ലേ തനിക്ക്? ഇല്ല, ഏ? ഞാനതാണല്ലോ. അയ്യോ. ആ മോന്ത കണ്ടില്ലേ? കേറി വന്നിരിക്കുന്നു, നായ വൈക്കോല് കയറി കിടക്കുന്ന മാതിരി എന്റെ വഴപ്പ് മുട്ടിക്കാൻ. നിർത്ത്. ഈ 2 മണിക്കൂറിൽ നീ എന്തോ സമ്പാദിക്കും? എന്താ നിന്റെ റേറ്റ്? 300. 300? ഒരു പൂജ്യം എടുത്ത് മാറ്റിക്കോ. അത് പറ. 50 ഉണ്ട്. ഇതൊന്നും വേണ്ട, ഞാനൊന്നുമില്ല. വെറുതെ ഇവിടെ ഇരുന്നാ മതി. 2 മണിക്കൂർ കഴിയുമ്പം ഞാൻ വന്ന വഴിയെ പോയിക്കോളാം. എന്തിനു ഞാൻ ചുമച്ച് ചാകാൻ പോകുന്നേ? ഇവിടെ വരുന്ന ചില മഹാന്മാര് പണം മാത്രമാണോ തന്നിട്ട് പോകുന്നത്?